ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇനി കേരളം സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനം. വൈദ്യുതി ഇല്ലാതിരുന്ന 1.5 ലക്ഷത്തോളം വീടുകളിലാണ് ഇനി വെളിച്ചം നിറയുന്നത്. കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പൂർണ്ണത നൽകി സർക്കാരിന്റെ മാതൃകാ നേട്ടമാവുകയാണിത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. കേരളം ഇനി സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം. പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് നടത്തി. ഉദ്ഘാടന മാമാങ്കങ്ങളാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്ന് ജില്ലാ UDF നേതാക്കൾ. മുൻ സർക്കാർ ചെയ്തുവെച്ചതിന്റെ തുടർച്ചയായാണ് പദ്ധതികൾ പൂർത്തിയാക്കുന്നതെന്നും MK മുനീർ MLA. കന്നുകാലി നിരോധന ഉത്തരവിനെതിരെ കാലിച്ചന്തയും മാംസവിപണനയും നടത്തി നഗരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. വലിയ ജലവൈദ്യുത പദ്ധതികൾ പ്രായോഗികമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദങ്ങൾ മറന്ന് സൌരോർജ്ജത്തെ ആശ്രയിക്കണമെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട് നടന്ന സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കനകത്തിലങ്കയിലേക്ക് സ്വപ്നമാകുന്ന കടമഴി കോണുകളിൽ കലയുടെ വർണ്ണത്തിളക്കങ്ങൾ ഒളിപ്പിച്ച കൈരളി എന്നും സൗഹാർദ്ദവും മനുഷ്യ സാഹോദര്യവും എന്നും നെഞ്ചിലേറ്റിയ കോഴിക്കോട്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിന്റെ പ്രഖ്യാപനം വിപുലമായ പരിപാടികളോടെയാണ് കോഴിക്കോട് നടന്നത്. വർണ്ണാഭമായ ഘോഷയാത്രയുടെ അകമ്പടിയോടെ നടന്ന പ്രഖ്യാപന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വലിയ ജലവൈദ്യുത പദ്ധതികൾ പ്രായോഗികമല്ലെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ജലവൈദ്യുതിയെ കൂടുതലായി ആശ്രയിക്കാനാകില്ല. വിവാദങ്ങൾ മറന്ന് സൌരോർജ്ജത്തെ ആശ്രയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സൌരോർജ്ജ പ്ലാന്റുകൾ, വീടുകൾ, സർക്കാർ ഓഫീസുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കണം. ഇതിനാവശ്യമായ ഗൌരവമായ ചിന്തകൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അങ്ങനെ ജലവൈദ്യുതിയെ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ പുതിയ സ്രോതസ്സുകളിലേക്ക് നാം കടക്കണം. ഇന്ന് ലോകം തന്നെ വലിയ തോതിൽ സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ് സൗരോർജ്ജം. മറ്റേ പേര് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കുന്നത്. ചടങ്ങിൽ മുഖ്യമന്ത്രി ജില്ലാ വികസന രേഖ കളക്ടർ UV ജോസിന് കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വൈദ്യുതി സുരക്ഷാ ക്യാമ്പയിൻ പ്രഖ്യാപനം തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. പട്ടികജാതി വർഗ വകുപ്പ് മന്ത്രി AK ബാലൻ ലെറ്റർ പ്രകാശനവും ചടങ്ങിനോടനുബന്ധിച്ച് നിർവഹിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി അധ്യക്ഷനായിരുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ, KSEB ലിമിറ്റഡ് ചെയർമാൻ ഡോക്ടർ K ഇളങ്കോവൻ IAS, MLA മാരായ ഡോക്ടർ MK മുനീർ, A പ്രദീപ് കുമാർ, AK ശശീന്ദ്രൻ, CK നാണു, EK വിജയൻ, PT റഹീം, പുരുഷൻ കടലുണ്ടി, മേയർ തോടത്തിൽ രവീന്ദ്രൻ, വിവിധ വകുപ്പ്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. ഇതിനായി ചിലവ് കുറഞ്ഞ ജലവൈദ്യുത പദ്ധതി ഉപയോഗപ്രദമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സോളാർ പാനൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌരോർജ്ജ ഉൽപാദനത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശ്രമത്തിലാണ്. ജില്ലാ പഞ്ചായത്തിന്റെ 44 ഹൈസ്കൂളുകളിലും സൌരോർജ്ജ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് പുതിയ പദ്ധതി. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്കൂളുകളിൽ 500 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതും പുതിയ വരുമാന സ്രോതസ് കണ്ടെത്തുന്നതും.
സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിക്കുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി ചിലവ് കുറഞ്ഞ ജലവൈദ്യുത പദ്ധതികൾ പ്രയോജനകരമാക്കും. സൌരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ലാഭകരമല്ലെന്നും ജലം സംരക്ഷിച്ച് പദ്ധതി തയ്യാറാക്കുന്നതാണ് ഉത്തമമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. എന്നാൽ ജില്ലാ പഞ്ചായത്തിന്റെ സൌരോർജ്ജ പദ്ധതിയെ താൻ സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിലയ്ക്ക് വാങ്ങിയാണ് ഈ വൈദ്യുതി കട്ടും പ്രശ്നമൊന്നും ഇല്ലാതെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിശ്രമം നടത്തുകയാണെങ്കിൽ ഇത് കുറച്ച് പിന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ നമ്മൾ. അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക്, ബോർഡിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ബാലൻസ് ഉള്ളത് തരും. അത് സംബന്ധിച്ച വിലയെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടാവും, രേഖയിലുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിനി വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം കണ്ടീഷനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ശ്രമമാണ്. ചടങ്ങിൽ മന്ത്രി ധാരണാപത്രം കൈമാറി. എ പ്രദീപ് കുമാർ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, PD ഫിലിപ്പ്, ഷെഡ്ഡി ലാൽ, കളക്ടർ UV ജോസ്, കുമാരൻ, റീന മുണ്ടേങ്ങാട്ട്, മുക്കം മുഹമ്മദ്, PG ജോർജ് മാസ്റ്റർ, PK സജിത, സുജാത, DD ഗിരീഷ് ചോലയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കന്നുകാലി കശാപ്പ് നിയന്ത്രണത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കാലിച്ചന്തയും മാംസവിപണനയും നടത്തി പ്രതിഷേധിച്ചു. DCC പ്രസിഡന്റ് T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി UDF ജില്ലാ ചെയർമാൻ P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസ്വാതന്ത്ര്യവും പൌരസ്വാതന്ത്ര്യവും ഭരണഘടനാവകാശമാണെന്നുള്ള മുദ്രാവാക്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കാലിച്ചന്തയും മാംസവിപണനയും നടത്തി പ്രതിഷേധിച്ചത്. മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ DCC പ്രസിഡന്റ് T സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ K ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഫാസിസ്റ്റ് നയം അടിച്ചേൽപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഫാസിസ്റ്റ് ഭരണാധികാരികളെ വെല്ലുന്ന രൂപത്തിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് KPCC ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ മുൻ DCC പ്രസിഡന്റ് KC അബുവിന് മാംസവിപണനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ കാലിച്ചന്തയുടെ ആദ്യ ലേലത്തിൽ പങ്കെടുത്തു. ഐ മൂസ, മൊയ്തീൻ മാസ്റ്റർ, ദിനേശ് പെരുമണ്ണ, V അബ്ദുൾ റസാഖ്, K പ്രവീൺകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന മാമാങ്കങ്ങളാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്ന് ജില്ലാ UDF നേതാക്കൾ. മുൻ സർക്കാർ തുടക്കം കുറിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക മാത്രമാണ് സർക്കാർ നടത്തിയതെന്നും MK മുനീർ MLA പറഞ്ഞു. അധികാരത്തിലേറ്റിയവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് LDF സർക്കാർ ചെയ്തതെന്ന് കോഴിക്കോട്ടെ UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ 90% മുൻ സർക്കാർ ചെയ്തുവെച്ചതുകൊണ്ടാണ് ഇന്ന് പിണറായി സർക്കാരിന് പദ്ധതി തീർക്കാൻ സാധിച്ചത്. പദ്ധതികൾ പൂർത്തിയാക്കി ഉദ്ഘാടന മാമാങ്കങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും ഏറ്റവും ഒടുവിൽ ഉദ്ഘാടനം നിർവഹിച്ച ഗവൺമെന്റ് സൈബർ പാർക്കിന്റെ അവസ്ഥയും ഒട്ടും വ്യത്യാസമില്ലെന്നും MK മുനീർ MLA പറഞ്ഞു. ഇപ്പം ഈ ഗവൺമെന്റ് ആകെ ഒന്നാം വർഷത്തിൽ ചെയ്യുന്നത് കുറെ ഉദ്ഘാടന മാമാങ്കം. ഇവിടെയുള്ള നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാലോ, ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്. ഇപ്പൊ സൈബർ പാർക്ക് ഉദ്ഘാടനം ചെയ്യാം. സൈബർ പാർക്കിന്റെ 90% അതിന്റെ അവസാന മിനുക്ക് പണിക്ക് വേണ്ടി മാത്രം ഇലക്ഷൻ വന്നുകൊണ്ട് നിന്നുപോയതാണ്. സർക്കാർ പരിപാടികളിൽ പ്രതിപക്ഷ MLA-മാരെ തഴയുന്നുവെന്നും പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഭരണപക്ഷ MLA-മാരെയും നേതാക്കളെയും പരിപാടികളിൽ ഉൾപ്പെടുത്തുന്നതെന്നും MK മുനീർ കൂട്ടിച്ചേർത്തു. മർക്കസ് വിഷയത്തിൽ പോലീസിന്റെ നിലപാട് ഏകപക്ഷീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടത്താനാണ് UDFന്റെ തീരുമാനം. ജില്ലാ UDF ചെയർമാൻ P ശങ്കരൻ, DCC പ്രസിഡന്റ് T സിദ്ദിഖ്, KC അബു, ഉമർ പാണ്ടികശാല, NC അബൂബക്കർ, മനയത്ത് ചന്ദ്രൻ, V കുഞ്ഞാലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കന്നുകാലി നിരോധന ഉത്തരവിനെതിരെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പാളയം പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധന ഉത്തരവിനെതിരെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. പൌരാവകാശത്തെയും ഭക്ഷ്യസ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്ന കേന്ദ്ര നടപടിയിൽ ജില്ലയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രവർത്തകർ.
പാളയം പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ മാധവൻ അധ്യക്ഷനായിരുന്നു. കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് മുഖ്യ പ്രഭാഷണം നടത്തി. നിയമ നടപടി നിരന്തരം പല പ്രാവശ്യങ്ങളായി അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം രീതികൾക്കെതിരെ, നിയമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. അതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിവേചനവും ഒരു അതിരുകളും ഇവിടെ കാണിക്കാതെ ഒരുമിച്ച് നിൽക്കേണ്ട സമയം ഇതാ എത്തിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി എ പി വേലായുധൻ, മുസ്തഫ പാലാഴി, കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ്, ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് എം എ കയ്യൂം, ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സോ? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. അതല്ല, ഇതാ Weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. മലാപ്പറമ്പ് GUP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പച്ചമര തണലിൽ എന്ന പരിപാടി പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂളിലെ അധ്യാപകനായിരുന്ന RK ഇരവിലിന് സ്നേഹാദരം ഒരുക്കി. മലാപ്പറമ്പ് GUP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം പച്ചമര തണലിൽ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഭാസി മലാപ്പറമ്പ് അധ്യക്ഷം വഹിച്ചു. അധ്യാപകൻ RK ഇരവിലിനെ ചടങ്ങിൽ ആദരിച്ചു. കൌൺസിലർ E പ്രശാന്ത് കുമാർ, TK വേണു, M ജയദീപ്, പ്രധാനാധ്യാപിക M പ്രീതി, KST സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീശൻ, PTA ചെയർമാൻ CV ഷാജി, VP രവീന്ദ്രൻ, PH താഹ, ദിനേശൻ, KT പത്മജ, IP കനകദാസ്, K രവീന്ദ്രനാഥ്, MC സന്തോഷ്, R അഖിൽ എന്നിവർ സംസാരിച്ചു. RK ഇരവിൽ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കരോക്കെ ഗാനമേളയും നടന്നു. സരിഗമപധനിയിൽ ഉണരും സംഗീതമേ, സരിഗമപധനിയിൽ ഉണരും സംഗീതമേ, നീ എന്നിൽ നിറയൂരാഗമാ. പകർച്ചപ്പനിയിൽ വിറച്ച് നഗരം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം പനിബാധിതരാണ് ഇത്തവണ ചികിത്സ തേടിയത്. H1N1 ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടികളാണ് കോർപ്പറേഷനും ആരോഗ്യവകുപ്പും സ്വീകരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ജില്ലയിൽ. ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുത H1N1 ഡെങ്കിപ്പനി ബാധിച്ച് 6 പേർ മരിച്ചു എന്നതാണ്. 70,000-ലധികം പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. കണക്കുകൾ പ്രകാരം H1N1ഉം ഡെങ്കിപ്പനിയും മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികമായെന്നാണ് റിപ്പോർട്ട്. H1N1 ബാധിച്ച 56 കേസുകളിൽ 3 പേർ മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ചും 3 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 1526 പേർക്ക് ചിക്കൻ പോക്സും 193 പേർക്ക് എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തു. ഹെപ്പറ്റൈറ്റിസ് A ബാധിച്ച് 2 മരണം സ്ഥിരീകരിച്ചു. 49 കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ. അതായത് പനി വന്ന് ജലദോഷപ്പനി പോലത്തെ ഒരു പനിയാണത്. H1N1 നമ്മൾ ത്രോട്ട് സ്വാബിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്.
അപ്പോൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാരൊന്ന് 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ, 50 വയസ്സിന് മുകളിലുള്ള 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, പ്രായമാൾ 2 ടെർമിനൽ ഏജസ് നമ്മൾ പറയാം. കൂടാണ്ട് കിഡ്നി, ഹൃദയം, ലിവർ ഡിസീസ്, കരൾ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ ഇങ്ങനത്തെ അസുഖം വരുമ്പോൾ ശ്രദ്ധിക്കണം. കാര്യമായി വേണ്ടത് നല്ലോണം വെള്ളം കുടിക്കുക, കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക. ഇതേസമയം നഗരത്തിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ തടയാനും മഴക്കാല രോഗങ്ങൾക്ക് തടയിടാനും കോർപ്പറേഷനും നടപടികളുമായി രംഗത്തുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരം പൂർണ്ണമായി വൃത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ഇതിനായി രംഗത്തുണ്ട്. കൊതുക് നിർമ്മാർജ്ജനത്തിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓരോ വാർഡിലേക്കും നമ്മൾ ഓരോ സർക്കിളിലേക്കും 4-5 കൊതുക് അടിക്കാനുള്ള മരുന്നടിക്കാനുള്ള മെഷീനറി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഊർജിത കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം എന്നിവയുടെ മേൽനോട്ടത്തിൽ ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കും. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കായി ഫിനാൻഷ്യൽ ലിറ്ററസി ഇവന്റ് സംഘടിപ്പിച്ചു. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന പരിപാടി RBI റീജിയണൽ ഡയറക്ടർ SMN സ്വാമി ഉദ്ഘാടനം ചെയ്തു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കായി ഫിനാൻഷ്യൽ ലിറ്ററസി ഇവന്റ് സംഘടിപ്പിച്ചു. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന പരിപാടി RBI റീജിയണൽ ഡയറക്ടർ SMN സ്വാമി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ പ്രവാസി വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഗുലാം ഹസൻ അധ്യക്ഷത വഹിച്ചു. ബാങ്കിംഗ് സമ്പ്രദായത്തിൽ പ്രവാസികൾക്ക് സ്വീകരിക്കാവുന്ന പോളിസികളെക്കുറിച്ചുള്ള ക്ലാസുകളും നടന്നു. ഇതിലിപ്പോ നമ്മൾ ഇന്റർനാഷണൽ കാര്യങ്ങൾ അതേമാതിരി ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നാഷണൽ സാമ്പിൾ സർവേന്റെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിൽ 130 കോടി ജനങ്ങൾ, നമ്മുടെ സെൻസസ് 2015 പ്രകാരം 125 കോടി. ഈ 125 കോടി ജനങ്ങളിൽ എത്ര പേർക്ക് സ്കില്ലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? RBI LDO ഹാലിൻ ഫ്രാൻസിസ്, PL സുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മക്കളുടെ കയ്യും പിടിച്ച് ആരവങ്ങൾക്കൊപ്പം വളപ്പിൽത്താഴം ഉണ്ണിയും പനാത്ത് കൃഷ്ണൻകുട്ടിയും കാഴ്ചകൾ കാണാനിറങ്ങി. സ്നേഹപൂർവ്വം അല്പസമയത്തേക്ക് യുവധാര കോട്ടുള്ളി നടത്തിയ മക്കൾ കാഴ്ചയിൽ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ നന്മ പറ്റാത്ത കുറെ മക്കൾ അണിനിരന്നു. പ്രായമായ മാതാപിതാക്കൾക്ക് അർഹമായ സ്ഥാനം നൽകാൻ കഴിയാത്ത മക്കളുള്ള സമൂഹമാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ശാപം. താങ്ങി നിർത്തേണ്ട കൈകൾ എന്നേക്കുമായി കൈയൊഴിയുമ്പോൾ നിശ്ചലമായ മനസ്സുമായി അവർ വൃദ്ധസദനങ്ങളിൽ അഭയം തേടുകയാണ്. എന്നാൽ നന്മ പറ്റാത്ത, സ്നേഹം നിലച്ചിട്ടില്ലാത്ത ചിലരെങ്കിലും ഇവിടെയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഉണ്ണിയേട്ടന്റെയും കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെയും മക്കൾ. കാഴ്ചയില്ലാത്ത അച്ഛനമ്മമാർക്ക് സ്നേഹം കൊണ്ട് നിറം പകർന്നൊരു ലോകത്തെ കൈപിടിച്ച് കാണിക്കുകയാണിവർ. ഇവർക്കൊപ്പം സ്നേഹവും സംരക്ഷണവും കൊതിക്കുന്ന കുറേയധികം അമ്മമാർക്കും അച്ഛന്മാർക്കും കൈത്താങ്ങാവാൻ ഞങ്ങളുണ്ടെന്നുള്ള ഉറപ്പുമായി ബാക്കിയുള്ളവരും ചേർന്നു. സ്നേഹപൂർവ്വം അല്പസമയത്തേക്ക് യുവധാര കോട്ടുള്ളി നടത്തിയ മക്കൾ കാഴ്ച സമൂഹത്തിന് നൽകുന്നത് മൂല്യമേറിയൊരു സന്ദേശമാണ്. മക്കൾ കാഴ്ചയെക്കുറിച്ച് സംഘാടകൻ പ്രമോദ്: ഇവിടെ 2 രക്ഷിതാക്കളെ അവരുടെ മക്കളാണ് കോഴിക്കോട് നഗരവും കോട്ടൂളിയും എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മക്കൾക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. എന്നാൽ ജീവിതത്തിന്റെ പ്രയാസം കൊണ്ട് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് മക്കൾക്ക് അച്ഛന്റെ കൈ പിടിക്കാനും അമ്മയോടൊപ്പം നടക്കാനുമെല്ലാം മടി കാണിക്കുന്ന ഒരു കാലത്താണ്. ഇങ്ങനെയും മക്കൾ ഈ നാട്ടിനകത്തുണ്ട്. അമ്മമാരെ സ്നേഹിക്കുന്ന, അച്ഛന്മാരെ സ്നേഹിക്കുന്ന മക്കളുണ്ട്. നമ്മൾ ലോകം കണ്ടത് മാതാപിതാക്കളിലൂടെയാണെങ്കിൽ അവർക്ക് നമ്മളിലൂടെ മാർഗം കാണിക്കാൻ ഓരോരുത്തരും ബാധിതരാണ്. മാതാപിതാക്കളെക്കാൾ വിലപ്പെട്ട മറ്റൊന്നും ഈ ഭൂമിയിലില്ലെന്ന് തിരിച്ചറിയുക. അവരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിറം പകരാൻ മക്കളെന്ന പ്രതീക്ഷ അവരോടൊപ്പം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം അരുണിമ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന പ്രവൃത്തികളുടെ അവലോകനം കൌൺസിലർ PP ബീരാൻകോയ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഭാവി പ്രവർത്തനങ്ങളുടെ അവലോകനവും നടന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബേപ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ നടന്ന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും ഭാവി പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും കൌൺസിലർ PP ബീരാൻകോയ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷാജു അധ്യക്ഷം വഹിച്ചു. കൌൺസിലർമാരായ പേരോത്ത് പ്രകാശൻ, N സതീഷ് കുമാർ, ഷൈമ പൊന്നത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ തങ്കരാജ്, പ്രസാദ്, പ്രേമരാജൻ, K കോമു, മോഹൻദാസ് KT, അനിൽകുമാർ, NK ഷാജി, ബബിത ആശ, സുമിത്, ജംഷീല CP എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി.
1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? കോഴിക്കോട് ബീച്ചിൽ എന്താ? 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 കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. വാർത്തകൾ തുടരുന്നു. റോഡരികിൽ സ്കൂളിന് സമീപം മാലിന്യം തള്ളിയത് പ്രതിഷേധത്തിനിടയാക്കി. അരക്കിണർ തട്ടാടത്തുംകാവ് സ്കൂളിന് സമീപമാണ് പ്രദേശത്തെ റെഡിമെയ്ഡ് കടയിലെ മാലിന്യം റോഡിൽ തള്ളിയത്. അരക്കിണർ തട്ടാടത്തുംകാവ് സ്കൂളിന് സമീപമാണ് റോഡിൽ മാലിന്യം തള്ളിയത്. ക്ഷുഭിതരായ ജനക്കൂട്ടം കൊണ്ടിട്ടവരെ തിരഞ്ഞുപിടിച്ച് തള്ളിയ അവശിഷ്ടങ്ങൾ വാരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അരക്കിണറിലെ കടയിലെ ചപ്പുചവറുകൾ നടുറോട്ടിൽ കൊണ്ടിട്ടത്. രാത്രി ഇതുവഴി വന്ന നാട്ടുകാരാണ് വഴിയോരത്ത് മാലിന്യ ചാക്കുകൾ കണ്ടത്. വിവരമറിഞ്ഞ് അരക്കിണർ കിരണം റെസിഡന്റ് അസോസിയേഷൻ പരിധിയിലുള്ളവർ തടിച്ചുകൂടി ചാക്ക് കെട്ടി പരിശോധിച്ചപ്പോൾ അരക്കിണറിലെ റെഡിമെയ്ഡ് കടയിൽ നിന്നുള്ളതാണെന്നും ബോധ്യപ്പെട്ടു. ഇക്കാര്യം പോലീസിലും കോർപ്പറേഷൻ അധികൃതരെയും അറിയിച്ചു. കൌൺസിലർ പേരോത്ത് പ്രകാശൻ സ്ഥലത്തെത്തി. സ്ഥാപന ഉടമകളുടെ വീട്ടിൽ ചെന്ന് പരാതിപ്പെട്ടെങ്കിലും അവർ സ്ഥലത്തെത്താൻ വൈകി. ഇത് നാട്ടുകാരെ രോഷാകുലരാക്കി. ഒടുവിൽ പോലീസ് ഇടപെട്ട് അടിയന്തരമായി എത്തി മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. 2:30 സ്ഥാപന ഉടമകൾ എത്തിയപ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയുണ്ടാക്കി. മാറാട് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. തട്ടാടത്തുംകാവ് സ്കൂളിന് സമീപം മാലിന്യം തള്ളൽ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിനെതിരെ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ സ്ഥലവാസികൾ ജാഗരൂകരായിരിക്കെയാണ് രാത്രി റോഡിൽ മാലിന്യം തള്ളിയത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം VKC മുഹമ്മദ് കോയ MLA നിർവഹിച്ചു. കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് K അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം നടത്തി. മണ്ണൂർ വളവിൽ നടന്ന ചടങ്ങിൽ VKC മുഹമ്മദ് കോയ MLA പ്രഖ്യാപനം നടത്തിയത്. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജയകുമാർ അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപയും KSEB സമാഹരിച്ച ഫണ്ടും ഉപയോഗിച്ചാണ് മണ്ഡലത്തിൽ സമയബന്ധിതമായി വൈദ്യുതീകരണം നടത്തിയത്. മണ്ഡലത്തിൽ സ്വന്തമായി വയറിംഗ് നടത്താൻ കഴിയാത്ത 20 വീടുകൾക്ക് വിവിധ രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സംഘടനകളും സഹായത്തിനെത്തി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP മനോജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ചെയർമാൻ വാഴയിൽ ബാലകൃഷ്ണൻ, ഫറോക്ക് മുനിസിപ്പാലിറ്റി ഉപാധ്യക്ഷൻ V മുഹമ്മദ് ഹസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഭാനുമതി കക്കാട്ട്, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KB സ്വാമിനാഥൻ, ഫറോക്ക് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലേഖ റാണി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M ചായച്ചുട്ടി, ഷാഫി ചാലിയം, സുരേന്ദ്രൻ, ബഷീർ കുണ്ടായത്തോട്, N പ്രശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ ഓൾഡ് മിലിറ്ററി റോഡ് കേന്ദ്രീകരിച്ച് തേജസ് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു. പള്ളിത്തുമ്പ് പറമ്പിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർ T അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾഡ് മിലിറ്ററി റോഡ് തേജസ് റെസിഡൻസ് അസോസിയേഷൻ കൌൺസിലർ തോട്ടപ്പായിൽ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അശോകൻ പോത്താഞ്ചേരി അധ്യക്ഷം വഹിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം GHI ബാബിത ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമ്മൾ ബോധവൽക്കരിച്ച് എല്ലാവർക്കും ബോധം വന്നു, പക്ഷെ ശീലമില്ല. അപ്പൊ ബോധവൽക്കരണമല്ല ഇവിടെ ആവശ്യം, ശീലവൽക്കരണമാണ് വേണ്ടത്, അല്ലേ? ഡ്രൈ ഡേ ആചരിക്കാന്നാണ്. എന്തിനാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നത്? ഒരു കൊതുക് മുട്ടയിട്ട് അത് കൂത്താടിയായി ഒരു വലിയൊരു കൊതുകായിട്ട് മാറണമെങ്കിൽ 7 ദിവസം പിടിക്കും. ആ 7 ദിവസത്തിന്റെ ഇടയിൽ വെച്ച് നമ്മൾ കൊതുകിന്റെ ജീവിത ചക്രത്തിന് ഭംഗം വരുത്തും. അതായത് കൊതുക് വളരാൻ സമ്മതിക്കൂല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം മറിക്കും. TK അബ്ദുൽ ഗഫൂർ, KC ബാബു, AV ഷിബീഷ്, NV മാധവൻ, മായിൻ പിലാക്കൽ, AV പ്രേമൻ എന്നിവർ സംസാരിച്ചു.
കരുവശ്ശേരി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിന് തുടക്കം. മെയ് 28 മുതൽ ജൂൺ 12 വരെയാണ് ഉത്സവാഘോഷം നടക്കുന്നത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കരുവശ്ശേരി വിഷ്ണു ക്ഷേത്രം നവീകരണ കലശം ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ ഉത്സവം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്തൊരു മാറ്റമാണ്! ഞാൻ ഇവിടെ ആദ്യകാലത്ത് വന്ന ഓർമ്മ എനിക്ക് എന്നുണ്ട്. 6 സപ്താഹങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചു. അതിന്റെ ഒരു മാറ്റം കൂടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി KT രാജൻ അധ്യക്ഷം വഹിച്ചു. പ്രസിഡന്റ് MP വാസുദേവൻ നമ്പീശൻ, P ചന്ദ്രശേഖരൻ നായർ, വേണുഗോപാലൻ നായർ, P രത്നാകരൻ, MP നാരായണൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 7-ന് നാഥാർച്ചന, ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് ഭക്തിപ്രഭാഷണം, 31-ന് വൈകിട്ട് നൃത്തപരിപാടി, ജൂൺ 1-ന് വൈകിട്ട് അഷ്ടപതി, 2-ന് ഭക്തിഗാനങ്ങൾ, 3-ന് ഭജന, 4-ന് വൈകിട്ട് ഓട്ടംതുള്ളൽ, 5-ന് വൈകിട്ട് സോപാന സംഗീതം, 6-ന് പ്രഭാഷണം, 7-ന് സംഗീതാർച്ചന, 8-ന് നൃത്തപരിപാടി എന്നിവയുണ്ടാകും. 8-ന് രാത്രി നാരായണീയം, 9-ന് രാവിലെ 11-ന് പ്രഭാഷണം, വൈകിട്ട് അർദ്ധനാരീശ്വര നൃത്തം, 10-ന് രാവിലെ പ്രഭാഷണം, വൈകിട്ട് ചാക്യാർകൂത്ത്, രാവിലെ 11-ന് പ്രഭാഷണം, പള്ളിവേട്ട, നഗരപ്രദക്ഷിണം എന്നിവ നടക്കും. 12-ന് രാവിലെ ആറാട്ടിന് ശേഷം ഉത്സവം കൊടിയിറങ്ങും. തന്ത്രി തരണനുൽ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഇനി സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം. പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് നടത്തി. ഉദ്ഘാടന മാമാങ്കങ്ങളാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്ന് ജില്ലാ UDF നേതാക്കൾ. മുൻ സർക്കാർ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയായാണ് പദ്ധതികൾ പൂർത്തിയാക്കുന്നതെന്നും MK മുനീർ MLA. കന്നുകാലി നിരോധന ഉത്തരവിനെതിരെ കാലിച്ചന്തയും മാംസവിപണനയും നടത്തി നഗരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.